ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പുതിയ ചാനലാണ്. എല്ലാവരും ഒന്ന് ഉത്സാഹിച്ച് ചെയ്യണേ. ഓക്കെ, ആദിലയും നൂറയും അടി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടുപേരും. അപ്പോൾ ആദില ചെന്ന് ഇവർ ഭക്ഷണം കഴിക്കാൻ നല്ല നേരം വൈകിയിട്ടുണ്ട്. അപ്പോൾ നൂറ ചെന്നിട്ട് ആദിലോട് പറയുന്നുണ്ട്, ബേബി ചെയ്തത് ശരിയായില്ല, എന്താണ് തെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദിലയ്ക്ക് കിട്ടിയ ബോൾ മുഴുവൻ ഈ നൂറയ്ക്ക് ഇട്ടുകൊടുത്തു, കൊട്ടയിലേക്ക് ഇട്ടുകൊടുത്തു. പക്ഷെ അത് ശരിയായിട്ടില്ല. അവനാണ് കിട്ടിയത്, അവനാണ് തന്നെ സ്കോർ ബോർഡിൽ വന്നിട്ടുണ്ട്. പക്ഷേ നൂറയ്ക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നൂറ ചെന്നിട്ട് പറയാണ്, അങ്ങനെ ചെയ്യരുത്, നമ്മൾ രണ്ടുപേരും ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്, അങ്ങനെ ചെയ്തത് തെറ്റാണ് ബേബി എന്നൊക്കെ പറഞ്ഞ് നൂറ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ വല്ല മണ്ടിയാണെന്ന് വിചാരിച്ചോ നീ? ഞാൻ മണ്ടിയൊന്നുമല്ല. അതായത് നൂറയെ വിജയിപ്പിക്കണം എന്നാണ് ആദിലയുടെ വിചാരം. ആദിലയ്ക്കറിയാം ആദില എന്തായാലും പോകുന്നു, ആദിലയുടെ ക്യാരക്ടറൊക്കെ വെച്ചിട്ട് അറിയാം. അപ്പോൾ നൂറയെ ജയിപ്പിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ആദില ഇങ്ങനെ ചെയ്തത്. അതിന് വേണ്ടിയിട്ടായിരുന്നു, നൂറയെ ജയിപ്പിക്കാൻ വേണ്ടി മാത്രം. അതിപ്പോൾ അത്ര ഒരു തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നൂറ എങ്ങനെയെങ്കിലും ഈ ടിക്കറ്റ് ഫിനാലെ കിട്ടിയിട്ട് എങ്ങനെയും കയറട്ടെ എന്ന് കരുതിയിട്ടാണ്, കൂടുതൽ മാർക്ക് ലഭിക്കട്ടെ. നൂറ എന്തായാലും നല്ല പോസിറ്റീവ് സൈഡാണ് നൂറയുടെ പോയിരിക്കുന്നത് മനസ്സിലായി. ആദില അത് നെഗറ്റീവാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ആദില പോയാലും നൂറയ്ക്ക് കിട്ടണം എന്ന്, അത് അവരുടെ സ്നേഹമാണ്, ആ ബോണ്ടാണ് അവിടെ കാണിക്കുന്നത്. പക്ഷെ നൂറ വന്ന് ചീത്ത പറയുമ്പോൾ ആദിലയ്ക്ക് ദേഷ്യം വന്ന്, നീ എന്നെ മണ്ടിയാന്ന് കരുതണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഭക്ഷണം കഴിക്കാതെ പിണങ്ങിയിരിക്കുന്നുണ്ട്. നൂറ വന്നിട്ട് കുറേ വിളിക്കുന്നുണ്ട്, ബേബി എന്താ ഭക്ഷണം കഴിക്കാതെ വിളിക്കുന്നുണ്ട്. അനുമോൾ വിളിക്കുന്നത്, അനുമോളുടെ ദേഷ്യം പിടിച്ച് പോകുന്നുണ്ട്. അവസാനം അനുമോൾ ചെന്ന് ഭക്ഷണം ഉരുട്ടി കൊടുക്കുന്നുണ്ട്. ഉരുട്ടി കൊടുക്കുമ്പോൾ ആ ഭക്ഷണവും കഴിച്ച് അവർ 3 പേര് നല്ല സ്നേഹത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ അവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് സ്കോർ ബോർഡ് നോക്കുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, ബേബി എനിക്ക് നിങ്ങളെക്കാൾ 2 പോയിന്റ് കൂടുതലാണ്, 29 ആണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും, അനുമോൾക്കും അതിലേക്കും 27 അല്ലേ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി സന്തോഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ടുപേരും കൊട്ടോഞ്ഞാലിലൊക്കെ വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, ഷാനവാസക്കാക്ക് നമ്മൾ രണ്ടുപേരും പറഞ്ഞത് ഭയങ്കര വിഷമമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഷാനവാസക്കാക്ക് ആരാണ് ഇപ്പോഴും നോമിനേറ്റ് ചെയ്തതെന്ന് അറിയുന്നില്ല. അപ്പോഴും അതിന് മിണ്ടാതിരിക്കുക കേട്ടോ. നൂറയ്ക്ക് മനസ്സിലായിട്ടില്ല തോന്നുന്നു. ആദിലും മിണ്ടാതിരിക്കുക, ആദിലയാണ് ചെയ്തിരിക്കുന്നത്. പറയും നെവിൻ ചെയ്തിട്ടുണ്ട്, ഷാനവാസക്കൊക്കെ മനസ്സിലായി നെവിൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ നിരപരാധികളാണെന്ന് മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ നൂറ പറയുന്നുണ്ട്. പക്ഷേ അതിൽ നിരപരാധിയൊന്നുമല്ല, അതിൽ അടികൂടെ പണി വെപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഷാനവാസക്കാക്ക് നമ്മളിങ്ങനെ പുരുഷാധിപത്യം നടന്ന ആളെന്ന് നമ്മൾ എപ്പോഴും ചെറിയൊരു ടോക്ക് നടത്തിയതാണ്. ആ ടോക്കാണ് പുറത്തു പോയിരിക്കുന്നത്. അത് വലിയ സംഭവമാക്കി മാറ്റിയപ്പോഴാണ് നമുക്കത് ഷാനവാസക്കാക്ക് ദേഷ്യം വന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, അതൊന്നും പുറത്തു പോയിട്ട് വലിയ ഇഷ്യൂ ആയില്ല. ഇതാണ് വലിയ ഇഷ്യൂ ആയിരുന്നൊക്കെ നൂറ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസക്കാൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഷാനവാസക്കാക്ക് കുറച്ച് കിട്ടിയാൽ മതി, ഭയങ്കര വിഷമം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് ആദരെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, ലൈവിൽ ഇത്രയേ നടക്കുന്നുള്ളൂ. പിന്നെ അവരുടെ സന്തോഷവും ഇതൊക്കെയാണ് കാണിക്കുന്നത്.